ഓം വിഘ്നേശ്വരായ നമഃ. ആസ്ട്രോ വിജയ് മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് കർക്കിടക ലഗ്നത്തെക്കുറിച്ചാണ്. അതിനു മുമ്പായി ഒരു ചെറിയൊരു മുഖവുര. അതായത് ഈ ജ്യോതിഷം ചാനൽ ഞാൻ വളരെ പതുക്കെ ഒരു തരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു തരം ഓർഡറിലാണത്. ഈ ജ്യോതിഷം എന്നത് അടുക്കുംതോറും അതിൻ്റെ വിസ്തൃതിയും ആഴവും കൂടി വരുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരു ആയുസ് മുഴുവൻ പഠിച്ചാലും അതിൻ്റെ വിസ്തൃതി കൂടി വരുന്നതാണ്. അതുകൊണ്ട് ഇത്രയധികം കട്ടി കൂടിയ ഒരു വിഷയത്തെ എങ്ങനെ ലഘൂകരിക്കാമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സൂക്ഷ്മമായ വിഷയങ്ങളിലേക്ക് വളരെ പതുക്കെ മാത്രമേ കടക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കർക്കിടക ലഗ്നത്തെക്കുറിച്ച് പരിശോധിക്കാം. കാലപുരുഷൻ്റെ 4ാമത്തെ രാശിയാണ് കർക്കിടകം. ചന്ദ്രനാണ് കർക്കിടക രാശിയുടെ അധിപൻ. അതുകൊണ്ട് ചന്ദ്രൻ തന്നെയാണ് കർക്കിടക രാശിയുടെ ലഗ്നാധിപനായി വരുന്നത്. ചന്ദ്രനും സൂര്യനും ഒരു രാശിയുടെ മാത്രം ആധിപത്യം മാത്രമേ ലഭിക്കുന്നുള്ളൂ. മറ്റുള്ള ഗ്രഹങ്ങൾക്ക് 2 രാശിയുടെ ആധിപത്യമുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കിടകൻ രാശി ചരലഗ്നത്തിൽ ഏറ്റവും ബലമുള്ള രാശിയായി കണക്കാക്കപ്പെടുന്നു. ഈ ലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾക്കുള്ള പ്രധാന ഗുണം അവർ വളരെയധികം ഭാഗ്യശാലികൾ ആണെന്നുള്ളതാണ്. അതിന് കാരണം കാലപുരുഷൻ്റെ 9ാം ഭാവാധിപനും ഈ കർക്കിടക ലഗ്നത്തിൻ്റെ 9ാം ഭാവാധിപനുമായി വരുന്നത് സർവശ്രേഷ്ഠ ഗ്രഹമായ വ്യാഴഭഗവാൻ തന്നെയാണ്. ആ വ്യാഴഭഗവാൻ ഇവരുടെ ലഗ്നത്തിൽ ഉത്തമമിത്രമാണ്. ചന്ദ്രൻ ഈ ലഗ്നത്തിൽ ഉച്ചം പ്രാപിക്കുകയും ചെയ്യുന്നു. വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ് കർക്കിടക ലഗ്നം. ഈ വ്യക്തികൾ ജനിച്ചത് തന്നെ പൂർവജന്മ പുണ്യത്തോടു കൂടിയാണ് എന്ന് പറയാം. മനോകാരകനായ ചന്ദ്രൻ തന്നെ ഇവർക്ക് ലഗ്നാധിപനായി വരുന്നതിനാൽ ഇവർ വളരെയധികം മനോബലവും ഉള്ളവരായിരിക്കും. ഏത് കഠിനമായ സന്ദർഭങ്ങളിലും ഇവർക്ക് മനസാന്നിധ്യം നഷ്ടപ്പെടുത്താറില്ല. ഇവർ പൊതുവെ ഭാഗ്യശാലികളായതുകൊണ്ട് ജീവിതയാത്രയുടെ ഓരോ സന്ദർഭങ്ങളിലും ഇവർക്ക് ഭാഗ്യം തുണയാകുവാൻ സാധ്യതയുണ്ട്. ഇവരത് മാക്സിമം പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ഇവരുടെ മറ്റൊരു പ്രധാന ഗുണം ഇവർ ആരെയും ശത്രുക്കളായി കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇടപഴകുന്നവരായിരിക്കും. കുടുംബപരമായി പറഞ്ഞാലും സാമൂഹികപരമായി പറഞ്ഞാലും ഇവർ ഇടപഴകുന്ന എല്ലാവരെയും ഇവർ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ തിരിച്ചും എല്ലാവരുടെയും സ്നേഹം സമ്പാദിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. എല്ലാവരോടും നല്ല രീതിയിൽ സഹവർത്തിത്വം പുലർത്തുന്ന വ്യക്തികളും ആയിരിക്കും. കർക്കിടക ലഗ്നത്തിൻ്റെ ധനാധിപൻ സൂര്യനായി വരുന്നതിനാൽ ഇവർക്ക് മുഖ്യമായും ധനം വന്നു ചേരുന്നത് അധികാരം പുലർത്തുന്ന തൊഴിലുകളിൽ നിന്നായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ രാഷ്ട്രീയം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ മേഖലകളിൽ ഇവർ വളരെയധികം ശോഭിക്കുന്നവരായിരിക്കും. മിക്കവാറും കൂടുതലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയക്കാരോ അതോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ തലത്തിലോ തൊഴിൽ ചെയ്യുന്നവരായിരിക്കും. ഇവരുടെ 10ാം ഭാവത്തിൽ ധനാധിപനായ സൂര്യൻ ഉച്ചനാകുന്നു എന്നുള്ളതാണ് ഇതിന് പ്രധാന കാരണം. ഈ കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കുള്ള യോഗകാരകമായ ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് ഭൂമികാരകൻ എന്നൊരു മറ്റൊരു പേര് കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ലഗ്നത്തിൽ ജനിച്ചവർ ബിസിനസ് പരമായി പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്നീ തുറയിൽ പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ശോഭിക്കുന്നവരായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് കർക്കിടക ലഗ്നത്തിന് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഗുണം ചെയ്യുക, ഏതൊക്കെ ഗ്രഹങ്ങളാണ് ദോഷം ചെയ്യുക എന്ന് പരിശോധിക്കാം. ആദ്യമായി ലഗ്നാധിപനായ ചന്ദ്രൻ തന്നെയാണ് കർക്കിടക ലഗ്ന ഏറ്റവും ഗുണഫലദാതാവായിട്ട് അറിയപ്പെടുന്നത്. ആ ചന്ദ്രനെ ഉച്ചക്ഷേത്രമോ സ്വന്തം ക്ഷേത്രമോ ലഭിക്കുകയാണെങ്കിൽ വളരെയധികം ശോഭനമായ ദശയായിരിക്കും ചന്ദ്രദശാകാലത്ത് അനുഭവിക്കുക. അതിനടുത്തത് ചൊവ്വ ഗ്രഹമാണ്. ചൊവ്വയ്ക്ക് കിട്ടിയിരിക്കുന്ന ആധിപത്യം 5 എന്ന ത്രികോണഭാവത്തിൻ്റെയും 10 എന്ന കേന്ദ്രഭാവത്തിൻ്റെയുമാണ്. ഈ വൃശ്ചികൻ രാശിയാണ് 5ാം ഭാവമായി വരുന്നത്. മറ്റത് മേടൻ രാശിയാണ് 10ാം ഭാവമായി വരുന്നത്. ചൊവ്വയ്ക്ക് കിട്ടിയിരിക്കുന്ന ആധിപത്യം രണ്ടും നല്ല ആധിപത്യമാണ്. ഒരു പാപന് ത്രികോണത്തിൻ്റെ ആധിപത്യം കിട്ടുന്നതും നല്ലതാണ്, കേന്ദ്രത്തിൻ്റെ ആധിപത്യം കിട്ടുന്നതും നല്ലതാണ്. അതുകൊണ്ട് ചൊവ്വയും വളരെയധികം ഗുണമുള്ള ഒരു ഗ്രഹമായിട്ടാണ് കർക്കിടക ലഗ്നത്തിന് അറിയപ്പെടുന്നത്. അതിനടുത്തത് വ്യാഴഗ്രഹമാണ്. വ്യാഴത്തിന് കിട്ടിയിരിക്കുന്ന ആധിപത്യം 6ാം ഭാവം എന്ന ധനുരാശിയുടെയും
9 എന്ന മീനൻ രാശിയുടേതുമാണ്. 6-ാം ഭാവത്തിൻ്റെ ആധിപത്യമുണ്ടെങ്കിൽ കൂടിയും ഗുരു ലഗ്നാധിപനായ ചന്ദ്രൻ്റെ ഉത്തമമിത്രവും 9 എന്ന ത്രികോണഭാവത്തിൻ്റെ ആധിപത്യവും ഉള്ളതുകൊണ്ട് ഗുരുദശയും വളരെയധികം ശോഭനമായിരിക്കും ഈ കർക്കിടക ലഗ്നക്കാർക്ക്. കൂടാതെ ഈ ചന്ദ്രൻ, ചൊവ്വ, ഗുരു ഇവർ തമ്മിലുള്ള യോഗവും ഇവർക്ക് ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു ജീവിതമായിരിക്കും ഇവർക്ക് ലഭിക്കുവാൻ പോകുന്നത്. സൂര്യനും ശുക്രനുമാണ്. സൂര്യന് കിട്ടിയിരിക്കുന്ന ആധിപത്യം 2 എന്ന ധനഭാവത്തിൻ്റെ ഇത് മാത്രമാണ്. ഒരേ ഒരു ആധിപത്യം മാത്രമേ സൂര്യനുള്ളൂ. പക്ഷേ സൂര്യന് മാരകത്വം അവിടെ കുറച്ചുണ്ടെങ്കിലും അത് വലിയ ദോഷമായി കണക്കാക്കുന്നില്ല. കൂടാതെ ചന്ദ്രനുമായി നല്ല ബന്ധത്തിലാണ് സൂര്യൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വളരെയധികം ദോഷമൊന്നും ഈ കർക്കിടക ലഗ്ന സൂര്യൻ ചെയ്യാറില്ല. പിന്നീട് ഈ സൂര്യനെ ഈ മറ്റേ വ്യാഴം, ചൊവ്വ, ചന്ദ്രൻ എന്നിവയുടെ യോഗമോ ദൃഷ്ടിയോ ലഭിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കൂടുതൽ ഗുണഫലം തരുന്ന ദശയായിട്ടാണ് സൂര്യദശ മാറുക. സൂര്യൻ വലിയ ദോഷം ചെയ്യാറില്ല, കൂടുതലും നല്ലതാണ് ചെയ്യുവാൻ ശ്രമിക്കാറുള്ളത്. അതിനടുത്ത് ശുക്രനാണ്. ശുക്രന് കിട്ടിയിരിക്കുന്ന ആധിപത്യം 4 എന്ന കേന്ദ്രഭാവത്തിൻ്റെയും 11 എന്ന 11-ാം ഭാവത്തിൻ്റേതുമാണ്. ശുക്രന് ഇവിടെ ബാധകസ്ഥാനാധിപത്യം എന്നൊരു ദോഷം കൂടിയുണ്ട്. 4 എന്ന കേന്ദ്രഭാവത്തിൻ്റെയും 11 എന്ന ഭാവത്തിൻ്റെയും ആധിപത്യമുള്ളത്. ഈ ശുക്രനും തന്നെ ഈ മോൾ പറഞ്ഞ ചന്ദ്രൻ, ചൊവ്വ, ഗുരു എന്നിവയുടെ യോഗമുണ്ടെങ്കിൽ കൂടുതൽ നല്ല ഫലങ്ങൾ തരികയും ഇല്ലെങ്കിൽ ചെറിയൊരു 50-50 എന്നുള്ള ഫലമാണ് നൽകുന്നത്. പക്ഷേ കൂടുതലും ഒരു മീഡിയം ദശയായിരിക്കാനാണ് ശുക്രൻ്റെ സാധ്യത വരുന്നത്. എങ്കിലും ശുക്രനെ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി കിട്ടുന്നത് കൂടുതൽ നന്നായിരിക്കും. അടുത്ത സെറ്റ് ഗ്രഹങ്ങളിൽ ആദ്യമായിട്ട് വരുന്നത് ബുധനാണ്. ബുധന് കിട്ടിയിരിക്കുന്ന ആധിപത്യം 3 എന്ന ഭാവത്തിൻ്റെയും 12 എന്ന ഭാവത്തിൻ്റേതാണ്. 3 എന്ന കന്നിരാശിയുടെയും 12 എന്ന മിഥുന രാശിയുടെ ആധിപത്യമാണ് ബുധന് കിട്ടിയിരിക്കുന്നത്. ബുധദശ പൊതുവെ കർക്കിടക ലഗ്നക്കാർക്ക് അത്ര യോഗം ചെയ്യുന്ന ദശയായിട്ട് മാറുന്നില്ല. കുറച്ച് ദോഷം ചെയ്യുന്ന ഗ്രഹമായിട്ടാണ് ബുധദശ മാറുക. അപ്പോൾ ഈ ബുധനെ ഈ താഴെ കാണുന്ന ഗ്രഹങ്ങളുമായി യോഗം ഇല്ലാതിരിക്കുകയും മുകളിൽ കാണുന്ന ഗ്രഹങ്ങളുമായി യോഗമുണ്ടെങ്കിൽ ചെറിയൊരു ബെറ്റർ ചാൻസ് നന്നാകാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും ബുധൻ പൊതുവെ കർക്കിടക ലഗ്നക്കാർക്ക് അത്ര യോഗകർത്താവായിട്ട് മാറുന്നില്ല. പക്ഷേ ഉപജയസ്ഥാനങ്ങളായ 6, 10, 11 എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ബുധൻ കുറച്ച് നല്ലത് കാണിക്കാനും സാധ്യതയുണ്ട്. വരുന്ന ഗ്രഹം ശനിഗ്രഹമാണ്. ശനിക്ക് കിട്ടിയിരിക്കുന്ന ആധിപത്യം 7 എന്ന കേന്ദ്രഭാവത്തിൻ്റെയും 8 എന്ന അഷ്ടമഭാവത്തിൻ്റെയും ആണ്. 2 ഭാവങ്ങളാണ് ശനിക്ക് കിട്ടിയിരിക്കുന്നത്. 7 എന്ന കേന്ദ്രഭാവത്തിനും കൊണ്ട് കുറച്ച് ഗുണമുണ്ടെങ്കിലും അവിടെ മാരകത്വം കൂടിയുണ്ട്. കൂടാതെ അഷ്ടമഭാവത്തിൻ്റെയും ആധിപത്യം ഉള്ളതുകൊണ്ട് ശനിയും വലിയ യോഗകർത്താവായി മാറുന്നില്ല. പിന്നെ ആ ശനിയുടെ യോഗം മറ്റുള്ള ഗ്രഹങ്ങളുമായിട്ട് യോഗത്തിനനുസരിച്ച് ഗുണഫലങ്ങളോ ദോഷഫലങ്ങളോ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതായിരിക്കും. ശനി ഇതേപോലെ തന്നെ ഉപജയസ്ഥാനങ്ങളായ 6, 10, 11 നിൽക്കുമ്പോൾ കുറച്ച് നല്ല ഫലങ്ങൾ കാണിക്കുവാനും സാധ്യതയുണ്ട്. അതിനടുത്ത 2 ഗ്രഹങ്ങൾ രാഹുവും കേതുവാണ്. ഈ രാഹുവും കേതുവും പൊതുവേ സൂര്യചന്ദ്രന്മാരുമായി അത്ര നല്ല ബന്ധത്തിലല്ല. ഇവിടെ നമുക്ക് ലഗ്നാധിപനായി വരുന്ന ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ലഗ്നാധിപത്യം ഉള്ളതുകൊണ്ട് രാഹു കേതുക്കൾ ചന്ദ്രനുമായി അത്ര നല്ല ബന്ധത്തിലല്ല. അതുകൊണ്ട് പൊതുവേ രാഹു ദശയും കേതു ദശയും കർക്കിടക ലഗ്നക്കാർക്ക് അത്രയധികം ഗുണമൊന്നും ചെയ്യാറില്ല. എങ്കിലും ഉപജയസ്ഥാനങ്ങളിൽ നിന്ന് അവയ്ക്ക് വ്യാഴദൃഷ്ടി ലഭിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല ഫലങ്ങൾ തന്നെ കാണിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് യോഗങ്ങളനുസരിച്ച് മാറും. അപ്പോൾ പൊതുവെ ചന്ദ്രൻ, ചൊവ്വ, ഗുരു എന്നീ ഗ്രഹങ്ങൾ നല്ലത് ചെയ്യുന്ന ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഗ്രഹങ്ങളും സൂര്യനും ശുക്രനും ചെറിയ യോഗങ്ങളനുസരിച്ച് കൂടുതലും ഗുണഫലം തരുന്നവയായിരിക്കും. പക്ഷേ ഈ ബുധൻ, ശനി, രാഹു, കേതു എന്നിവയുടെ ദശകൾ കൂടുതൽ ഗുണഫലം തരുവാനുള്ള പൊതുവെ സാധ്യതയില്ല. പിന്നെ ഉപജയസ്ഥാനങ്ങൾ നിൽക്കുകയോ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയ മെച്ചം കാണുവാനും സാധ്യതയുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ചിങ്ങലഗ്നത്തെക്കുറിച്ച് പരിശോധിക്കാം. നന്ദി, നമസ്കാരം.